أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السماء منفطر به كان وعده مفعولا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. ആകാശം പൊട്ടിപ്പിളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ആകുന്നത് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുസമ്മിലിന്റെ അടുത്ത ആയത്ത് ആരംഭിക്കുന്നത്. ആകാശം പൊട്ടിപ്പിളർന്ന് മറ്റൊരവസ്ഥയിലേക്കാകുന്നു. ആ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ മറ്റൊരാൾക്ക് കഴിയുക, അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളെ കാത്തു രക്ഷിക്കാൻ ആർക്ക് കഴിയും എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇന്നഹാദി തദ്കിറ, തീർച്ചയായും ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, അപ്പൊ നേർമാർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് വരട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ആയത്തുകളിലൂടെ, ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള അന്ത്യനാളിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നേർമാർഗം ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതിന്റെ ഒരു സൂചന കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു തദ്കിറയായിട്ട്, ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്തുകൊണ്ട് സ്വന്തം ഇഷ്ടത്തെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിക്കൊടുത്ത്, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ദൈവേച്ഛയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിക്കൊടുത്ത് ആ ഒരു മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരോട് പറയുകയാണ് ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്ത് വരും, ഈ ഒരു സന്മാർഗത്തിലേക്ക് വരുന്ന ആളുകൾ, അവര് സന്മാർഗം പ്രാപിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർക്ക് സന്മാർഗം കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടുകയില്ല എന്നുള്ളത് കൂടെ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നു, നന്മ ആഗ്രഹിക്കുന്നവർക്ക് നന്മ കൊടുക്കുന്നു, തിന്മ ആഗ്രഹിക്കുന്നവർക്ക് തിന്മ കൊടുക്കുന്നു. അതായത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന നന്മ തിന്മ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരാൾ എനിക്കെന്താണ് നന്മ എന്ന് വിചാരിക്കുക, എനിക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാകുന്നു, അതാണല്ലോ ഏറ്റവും വലിയ നന്മ. എപ്പോഴും നല്ല അവസ്ഥ ഉണ്ടാകുന്നു, ആ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു നല്ല അവസ്ഥ, എല്ലാം കൊണ്ടുമുള്ള നല്ല അവസ്ഥ, അത് ആഗ്രഹിക്കുന്ന ആളുകൾ ആ മാർഗം, അതായത് സ്വർഗത്തിലേക്കുള്ള നല്ല മാർഗം തിരഞ്ഞെടുക്കും. ചീത്ത ആളുകളാണെങ്കിൽ അവര് ദുനിയാവിൽ നോക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവും, ചിലപ്പോൾ സൗന്ദര്യം കൂടുതലുണ്ടാവും, അതിന് അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ പലതും, അവരുടെ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എത്രയും ക്യാഷ് മുടക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പടച്ചവന്റെ അടുത്ത് അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ ഉത്തമ ദാസന്മാരാവാൻ വേണ്ടി ശ്രമിക്കുന്ന അടിയാളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.